ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റിവിഷൻ സീരീസിൽ മാത്സ് നോക്കാം. അപ്പം പ്രീവിയസ് ഇയറിലെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 71. താഴെ പറയുന്ന ശ്രേണിയിൽ ഉൾപ്പെടാത്ത നമ്പർ തിരിച്ചറിയുക. അപ്പം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഏതൊക്കെയാണ് നമ്പർ? 2, 6, 14, 30, 62, 126, 250. അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടാത്ത സംഖ്യ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 6 - 2 4, 14 - 6 8, 4 8, 4ൻ്റെ ഇരട്ടി 8. അപ്പോൾ 8ൻ്റെ ഇരട്ടി ആയിരിക്കും ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. 30 - 14 16. അപ്പം കറക്റ്റ് അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അടുത്തത് എന്താ? 62 - 30 എന്ന് പറയുന്നത് 32 ആണ്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എത്രയായിരിക്കും വരേണ്ടത്? 32ൻ്റെ ഇരട്ടിയാണ് വരേണ്ടത്. എത്രയാണ്? 64 ഇതിൻ്റെ ഡിഫറൻസ് വരേണ്ടത്. ഇനി 250 126 തമ്മിലുള്ള ഡിഫറൻസ് വരേണ്ടത് 128. പക്ഷേ ഇവിടെ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 250 - 126. 250 - 126 4. 124 ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെ വരേണ്ടത് എത്രയാണ്? 128. അപ്പോൾ ഈ 250ൻ്റെ സ്ഥാനത്ത് 254 ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇതാണ് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള സംഖ്യ, ഉൾപ്പെടാത്ത നമ്പർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്, 250. അടുത്ത ക്വസ്റ്റ്യൻ 72. 2002 ജൂൺ 4 ആഴ്ചയിലെ ദിവസം ഏതാണ്? അപ്പോൾ ഈ കണക്ക് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. 2002 ജൂൺ 4 ഏത് ദിവസം ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ 2000 എടുത്താൽ 2000-ത്തിനൊരു പ്രത്യേകതയുണ്ട്. 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വർഷമാണ് 2000 എന്ന് പറയുന്നത്. 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വർഷമാണ്. അപ്പോൾ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വർഷത്തിൻ്റെ അവസാന ദിവസം, അതായത് ഡിസംബർ 31, 2000-ത്തിലെ ഡിസംബർ 31 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഞായറാഴ്ചയായിരിക്കും, ഞായറായിരിക്കും. 2000-ത്തിൻ്റെ ഡിസംബർ 30, അതായത് 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു വർഷത്തിൻ്റെ ഡിസംബർ 31 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഞായറാഴ്ചയായിരിക്കും. അങ്ങനെയാണെങ്കിൽ 2001 ജനുവരി 1 എത്രയായിരിക്കും? ജനുവരി 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? തിങ്കളാഴ്ചയായിരിക്കും അല്ലേ? തൊട്ടടുത്ത ദിവസമാണല്ലോ, തിങ്കളാഴ്ചയായിരിക്കും. 2001 എന്ന് പറയുന്നത് ഒരു സാധാരണ വർഷമാണ്. അങ്ങനെ ഒരു സാധാരണ വർഷത്തിൻ്റെ ജനുവരി 1 തിങ്കളാണെങ്കിൽ, അതായത് ജനുവരി 1 ഏത് ദിവസമാണോ അതേ ദിവസം തന്നെയായിരിക്കും ഡിസംബർ 31. ഡിസംബർ 31 എന്താ ദിവസമായിരിക്കും? തിങ്കളാഴ്ചയായിരിക്കും. അങ്ങനെയാണെങ്കിൽ 2002 ജനുവരി 1 എന്തുമായിരിക്കും? ചൊവ്വാഴ്ചയായിരിക്കും അല്ലേ? 2002 ജനുവരി 1 എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയായിരിക്കും. മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ? 2000 ഡിസംബർ 31 ഞായറാഴ്ചയാണെങ്കിൽ 2001 ജനുവരി 1 തിങ്കളാഴ്ചയാണ്. അപ്പോൾ 2000 ഡിസംബർ 31 ഞായറാഴ്ച ആയത് എന്തുകൊണ്ടാണ്? 2000 എന്ന് പറയുന്നത് 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വർഷമാണ്. 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വർഷത്തിൻ്റെ ലാസ്റ്റ് ഡേ, അതായത് ഡിസംബർ 31 എന്ന് പറയുന്നത് ഞായറാഴ്ചയായിരിക്കും. അപ്പോൾ 2002 ജനുവരി 1 ചൊവ്വാഴ്ചയെന്ന് കിട്ടി.
ഇനി നമുക്കെന്ത് കണ്ടുപിടിക്കാം? 2002 ജൂൺ 4 ഏത് ദിവസമാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ, സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്ന പോലെ. അപ്പോൾ ഇങ്ങോട്ട് എഴുതാം. 2002 ജനുവരി 1 എന്ന് പറയുന്നത് ചൊവ്വാഴ്ച. അങ്ങനെയാണെങ്കിൽ 2002 ജൂൺ 4 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ജൂൺ 4 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബാക്കി ദിവസം കൊണ്ട് കൂട്ടിയിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ വെച്ചിട്ട് കൂട്ടിയാൽ മതി അല്ലേ? ഇതിനകത്തോട്ട് ആ റിമൈൻഡർ കൂട്ടിയാൽ ദിവസം കിട്ടും. അപ്പോൾ ചെയ്ത് നോക്കാം. ജനുവരി 1 ചൊവ്വാഴ്ച. അപ്പോൾ ബാക്കി എത്ര ദിവസമുണ്ട്? 30 ദിവസം. ഫെബ്രുവരിയോ 28 ദിവസം. മാർച്ച് 31 ദിവസം. ഏപ്രിൽ 30 ദിവസം. മെയ് 31. ജൂൺ 4 വരെ 4 ദിവസം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുക. 2 10 2 14 ഇഷ്ടം 1 12 12 14 15 154 കിട്ടി. 154 കിട്ടി. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്രയാണ് കിട്ടുന്നത്? 154 ഡിവൈഡ് ബൈ 7. 2 7 14. ശിഷ്ടം 1. ശിഷ്ടം 0 കിട്ടി, 0 കിട്ടി. ശിഷ്ടം 0 ആണെങ്കിൽ ഇവിടെ ചൊവ്വയുടെ കൂടെ 0 കൂട്ടുന്നു. എന്തുവാ? ചൊവ്വ തന്നെ. അപ്പോൾ ജൂൺ 4 എന്ന് പറയുന്നത് എന്തൊരു ദിവസമാണ്? ചൊവ്വയാണ് ജൂൺ 4 എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ സി, ചൊവ്വാഴ്ച. ഇനി വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 2 മെത്തേഡുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ എളുപ്പം, അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ മനസ്സിലാവുന്നത്. അപ്പോൾ ഏതാ എളുപ്പം എന്ന് തോന്നുന്നത് ചെയ്ത് നോക്കുക. അപ്പോൾ വേറെ മെത്തേഡുണ്ട്, അതും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2002 ജൂൺ 4 ഏത് ദിവസമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 2000 എടുക്കുന്നു, പ്ലസ് 2001 പ്ലസ് 2002 ജൂൺ 4. 2000 എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 0 ആണ്. 2000 ഓഡ് ഡേയ്സ് 0 ആണ് വരുന്നത്. 2001 എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? ഒരു സാധാരണ ഡേ ആണ്, ഇയറാണ് 2001 എന്ന് പറയുന്നത്. ലീപ്പ് ഇയർ അല്ല, അതുകൊണ്ട് അതിന് ഒരു ഓഡ് ഡേ ആണ് ഉള്ളത്. ഇവിടെ 2004 ആയിരുന്നുവെങ്കിൽ ഓഡ് ഡേ വരുന്നത് 2 ആയിരിക്കും. പിന്നെ ലീപ്പ് ഇയറിന് ഓഡ് ഡേ വരുന്നത് 2 ആണ്. ഇത് സാധാരണ വർഷമാണ് 2001 എന്ന് പറയുന്നത്, അതിൻ്റെ ഓഡ് ഡേ 1 ആണ്. പിന്നെ എന്താ ചെയ്യണം? അതിൻ്റെ കൂടെ എന്താ കൂട്ടണ്ടേ? 2002 ജൂൺ 4 വരെയുള്ള ദിവസങ്ങൾ കൂട്ടണം. അതായത് ഇത് ഡിസംബർ വരെ ഇവിടെ തീർന്നു, ഇത് 1. ഇനി ജനുവരി 31 അധികം ഫെബ്രുവരി 28 അധികം നേരത്തെ കൂട്ടിയ കണക്ക് 31 30 31 അധികം 4. അപ്പോൾ ഇങ്ങോട്ട് ചെയ്ത് നോക്കാം. 31 28 31 30 31 4. പിന്നെ അതിൻ്റെ കൂടെ ഈ 2001 ഈ 1 കൂടെ കൂട്ടണം. പ്ലസ് 4 പ്ലസ് 1 എല്ലാം കൂടെ കൂട്ടുമ്പം 6 15 156 എന്ന് കിട്ടി. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു 7 കൊണ്ട് ദിവസം കണ്ടുപിടിക്കാൻ. 14 2 16 14. ശിഷ്ടം 2 വരുന്നു.
ശിഷ്ടം ഇവിടെ വന്നത് 2 അപ്പം ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ അതിൻ്റെയൊക്കെ ഓഡ് ദിവസങ്ങൾ എന്ന് പറയുന്നത് ഞായറിൻ്റെത് 0, തിങ്കൾ 1, ചൊവ്വ 2, ബുധൻ 3, വ്യാഴം 4, വെള്ളി 5, ശനി 6. ഇങ്ങനെയാണ് പോകുന്നത്. ഞായറിന് 0, തിങ്കൾ 1, ചൊവ്വ 2, ബുധൻ 3, വ്യാഴം 4, വെള്ളി 5, ശനി 6. ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ചൊവ്വാഴ്ച എന്താണ്? 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ശിഷ്ടം കിട്ടിയത് 2. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഡ് ഡേ ഏതാണ്? ചൊവ്വയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ചൊവ്വ. അപ്പോൾ അങ്ങനെയും ആൻസർ കിട്ടും. അപ്പോൾ 2 രീതിയിലും ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഇത് കിട്ടിയതും ചൊവ്വ തന്നെയാണ് ആൻസർ. ഓക്കെ, ഇത് മനസ്സിലായോ? ഇവിടെ 2000 എടുക്കുക. അത് കഴിഞ്ഞ് 2002 ആണ്. അപ്പോൾ 2001 അധികം 2002 ജൂൺ 4 വരെയുള്ള ദിവസങ്ങൾ. 2001 1 എന്നെടുക്കാം നമുക്ക്. അതിൻ്റെ ഓഡ് ഡേ എന്ന് പറയുന്നത് 1 ആണ്. 2002 ജൂൺ 4 വരെ എത്ര ദിവസങ്ങളുണ്ടോ അതും കൂടെ കൂട്ടി ഈ ഓഡ് ഡേയും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 2000 0 കൂട്ടുമ്പോഴും കിട്ടുന്ന ശിഷ്ടം കൂട്ടിയിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എന്ന് പറയുന്നത് പിന്നെ ഒരു ദിവസത്തിന് ഓരോ കറസ്പോണ്ടിങ് നമ്പറുണ്ട്, ആ നമ്പറായിരിക്കും. അപ്പോൾ ഞായർ 0, തിങ്കൾ അത് ഒരു പാടുമില്ല. ഞായർ 0 എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ ബാക്കി 1, 2, 3, 4 അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, ചൊവ്വാഴ്ച. 2 രീതിയിൽ വേണമെങ്കിലും ഇത് കണ്ടുപിടിക്കാം. ഇനി അടുത്ത കണക്ക് നോക്കാം. 73 25 × √5 റേസ് ടു എക്സ് ഇസിക്കൽ ടു 3 √5 റേസ് ടു എക്സ് പ്ലസ് 1. എക്സിന് തുല്യമായത് ഏതാണ്? അപ്പോൾ ഈ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കാം. ഇത് ഓർത്ത് വെച്ചേക്കണം. എ റേസ് ടു എം ഇസിക്കൽ ടു എ റേസ് ടു എൻ ഇസിക്കൽ ടു എം ഇസിക്കൽ ടു എൻ. അപ്പോൾ എ റേസ് ടു എമ്മും എ റേസ് ടു എന്നും തുല്യമായാൽ എമ്മും എന്നും തുല്യമായിരിക്കും. ഇനി എൻ റൂട്ട് എ ഈക്വൽ ടു എ റേസ് ടു 1/n. അപ്പോൾ എൻ റൂട്ട് എ എന്ന് പറയുന്നത് എ റേസ് ടു 1/n ആയിരിക്കും. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. ഇത്ര ഇക്വേഷൻ ഈ കണക്ക് ചെയ്യാൻ ആവശ്യമാണ്. ഇതൊന്ന് പഠിച്ചു വെക്കുക. എ റേസ് ടു എം ഇസിക്കൽ ടു എ റേസ് ടു എൻ ഇസിക്കൽ ടു എം ഇസിക്കൽ ടു എൻ. എൻ റൂട്ട് എ ഇസിക്കൽ ടു എ റേസ് ടു 1/n. അതായത് ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എ ആണെങ്കിൽ എ റേസ് ടു 1/2. ക്യൂബ് റൂട്ട് ഓഫ് എ ആണെങ്കിൽ എ റേസ് ടു 1/3. അതാണ് ഈ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസിക്കൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. ഇത്ര ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഈ കണക്ക് ചെയ്യാം. 25 √5 റേസ് ടു എക്സ് ഇസിക്കൽ ടു 3 √5 റേസ് ടു എക്സ് പ്ലസ് 1. ഇതാണല്ലോ ചോദ്യം. അപ്പോൾ ഇതിനാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇത് ആയി കിട്ടിയാൽ ഈ ബേസ് രണ്ടും തുല്യമായി കിട്ടിയാൽ എം ഇസിക്കൽ ടു എൻ എന്ന് കിട്ടും. അത് വെച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം നമുക്ക് ബേസ് ഒന്നാക്കാം. 25 എങ്ങനെ എഴുതാം? 5ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ഇൻറ്റു √5 സ്ക്വയർ റൂട്ട് ഓഫ് 5. റൂട്ട് 5നെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് ആവുന്നത് ഇങ്ങനെയാണ് അല്ലേ? 5 റേസ് ടു 1/2 അല്ലേ? ഈ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്തു. റേസ് ടു എക്സ് സീക്വൽ ടു 3 √5. ക്യൂബ് റൂട്ട് ആണെങ്കിൽ എങ്ങനെ വരുന്നത്? 5 റേസ് ടു 1/3.
അത് ഈ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്തു. റേസ് ടു എക്സ് പ്ലസ് 1. അപ്പം 5ൻ്റെ സ്ക്വയർ ഇൻറ്റു 5 റേസ് ടു 1/2 എന്നിടത്ത് ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 5ൻ്റെ സ്ക്വയർ അധികം 1/2 അല്ലേ, ഈ ഇക്വേഷനാണ് നമ്മളിവിടെ കൊടുത്തത്. അത് ആദ്യം ചെയ്തു നോക്കാം. 2 അധികം 2/1. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിൻ്റെ അടിയിൽ 1 എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും കൂടെ ഗുണിക്കുക, ഇത് രണ്ടും കൂടെ ഗുണിക്കുക, ഇത് രണ്ടും കൂടെ ഗുണിക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ കൂട്ടുന്ന ചിഹ്നം ആയതുകൊണ്ട് മുകളിൽ കൂട്ടുക. അപ്പോൾ 2 × 2 4 അല്ലേ, അധികം 1 × 1 1 ഡിവൈഡ് ബൈ 2 × 1 2. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എത്ര കിട്ടും? 2/5 = ഇവിടെ സ്ഥലമില്ല, അതാണ് പ്രശ്നം. അപ്പുറത്തോട്ട് എഴുതാം. 2/5 എന്ന് കിട്ടും അല്ലേ, 2/5. ഇതിൻ്റെ ആൻസർ 2/5 എന്ന് കിട്ടും. അപ്പോൾ 5 റേസ് ടു 2/5, 5 റേസ് ടു 2/5. ഇതിനെ മാറ്റിയപ്പം അങ്ങനെയാണ് കിട്ടിയത്. ഇനി ബാക്കി ഈ ഭാഗം കൂടെ അവിടെ എഴുതാം. റേസ് ടു ഇവിടെ ഒരു എക്സ് ഉണ്ട്, അത് എഴുതിയില്ല. എക്സ് 5 റേസ് ടു 2/5 റേസ് ടു എക്സ് ഈസിക്കൽ ടു 5 റേസ് ടു 3/1 3/1 റേസ് ടു എക്സ് പ്ലസ് 1. കിട്ടിയല്ലോ, ഇത്രയും കിട്ടി. ഇതപ്പുറത്ത് ഇതങ്ങ് മാച്ച് കളയാം, അല്ലെങ്കിൽ ഇതിനകത്ത് കൺഫ്യൂഷൻ വരും. ഇതങ്ങ് മാച്ച് കളയാം. 5 റേസ് ടു 2/5 എക്സ് ഇസിക്കൽ ടു 5 റേസ് ടു 3/1 എക്സ് പ്ലസ് 1. അപ്പം ഇനി ഇതിനെ എങ്ങനെയാണ് മാറ്റുന്നത്? ഈ ബ്രാക്കറ്റിന് വെളിയിൽ കിടക്കുന്നതും ഇതും രണ്ടും കൂടെ ഗുണിക്കുക. അപ്പോൾ ആ ഇക്വേഷൻ എഴുതിയില്ലായിരുന്നല്ലേ. 5 റേസ് ടു 2/5 ഗുണം എക്സ്. ബ്രാക്കറ്റ് അങ്ങ് മാറ്റുമ്പോൾ ഈ ബ്രാക്കറ്റിന് പുറത്ത് ഒരു റേസ് ടു ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇതിൻ്റെ 5 റേസ് ടു ഈ റേസ് ടു കൂടെ രണ്ടും കൂടെ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. 5 റേസ് ടു 2/5 ഗുണം എക്സ് സമം 5 റേസ് ടു 3/1 ഗുണം എക്സ് പ്ലസ് 1 അല്ലേ. ഇതിനെ എങ്ങനെ എഴുതാം? ഇനി 5 റേസ് ടു 2/5 ഗുണം എക്സ്. അപ്പോൾ 5x ഡിവൈഡ് ബൈ 2 എന്ന് എഴുതി കൂടെ? 5 ഗുണം എക്സ് എഴുതാമല്ലോ. 5x ഡിവൈഡ് ബൈ 2 സമം 5 റേസ് ടു 3/1 ഗുണം എക്സ് പ്ലസ് 1. അപ്പോൾ 5 റേസ് ടു 3/1 പകരം 1 പകരം എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. 5 റേസ് ടു എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ 3 എന്ന് എഴുതാം. 3ൽ എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. എഴുതിക്കൂടെ? 1 ഗുണം എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 1. അപ്പോൾ 3ൽ എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. അപ്പോൾ ഇത്രയും കിട്ടി. അപ്പോൾ ഈ ബേസ് രണ്ടും ഒന്നായി. ഇവിടുത്തെ കാര്യമല്ലേ ഉള്ളൂ. 5x ഡിവൈഡ് ബൈ 2 എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ 3. അപ്പോൾ ഇതിനെ അങ്ങ് വിട്ടേക്കുക. ഈ ബേസ് രണ്ടും അവിടെ കിടക്കട്ടെ. ഇനി ബാക്കി ഈ ഭാഗം വെച്ച് ചെയ്യാം. ഇനി അതിങ്ങോട്ട് എഴുതാം. 5x ഡിവൈഡ് ബൈ 2 സമം എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ 3. ഇത്രയും കിട്ടിയല്ലോ. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 3 ഗുണം 5x 3 ഗുണം 5x സമം 2 ഇൻറ്റു എക്സ് പ്ലസ് 1. 3 ഗുണം 5x 15x. 15x എന്ന് പറയുന്നത് 2 ഉണ്ട്, അകത്തോട്ട് ഗുണിക്കുക. 2x അധികം 2 ഇത്രയും കിട്ടി. ഇനി എക്സ് ഉള്ളത് രണ്ടും കൂടെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ മൈനസ് ആകുന്നു. ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് ആകുന്നു.
അപ്പോൾ എത്ര കിട്ടും? ഇങ്ങോട്ട് എഴുതാം, മേലോട്ട് എഴുതാം, സ്ഥലമില്ലാത്തതാണ് കുഴപ്പം. 15x 2x കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 13x. 13x = 2 എന്ന് കിട്ടി. 13x എന്ന് പറയുന്നത് 2ആണ്. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് എന്തുമായിരിക്കും? x = 2/13. 2/13 എന്ന് കിട്ടി. x എന്ന് പറയുന്നത് 2/13. നമുക്ക് ആൻസർ ഉണ്ടോന്ന്? 2/13 ആൻസർ ഓപ്ഷൻ ബി ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷനും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. a⁻m⁴n = a⁻m × n. ഈ ഇതും കൂടെ പഠിച്ചു വെക്കുക. a⁻m⁴n = a⁻m × n. അതിൻ്റെ കൂടെ a⁻m m n. n root of a = a⁻1/n. a⁻m × a⁻n = a⁻m+n. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ വരുമ്പോൾ ഇതുപോലുള്ള ഈക്വേഷൻസ് ഓർത്ത് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത കണക്ക് നോക്കാം. ഒരു പ്രത്യേക കോഡിൽ ലയൺ എന്നത് MNHK എന്ന് എഴുതിയിട്ടുണ്ടെന്ന് കരുതുക. കൗ എന്ന് അതേപടി എഴുതുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ആദ്യമേ ആൽഫബറ്റ് എഴുതുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമല്ലോ. പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പൊട്ടിക്കാൻ പറയുന്നത്. ആ സമയത്ത് അതിൻ്റെ ബാക്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ആൽഫബറ്റ് എഴുതി വെക്കുക. ചിലപ്പോൾ കണക്ക് ചിലപ്പോൾ കാണും, മിക്കവാറും കാണും, അല്ലെങ്കിൽ ഇല്ല. എന്തായാലും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആൽഫബറ്റ് അതിനകത്തൊക്കെ എഴുതി വെക്കുക. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിക്കാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അങ്ങ് എഴുതി വെക്കുക. അപ്പോൾ കണക്കിനകത്ത് ഇതുണ്ടെങ്കിൽ പിന്നെ ആ സമയം നമുക്ക് ലാഭിക്കാം. അപ്പോൾ ഇങ്ങനെ ആൽഫബറ്റ് എഴുതി വെക്കുക. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ലയൺ എന്നത് MNHK. എല്ലിൻ്റെ തൊട്ടടുത്താണ് എം. പിന്നീട് എൽ, അടുത്തത് ഐ ആണ് അല്ലേ. ഐ കഴിഞ്ഞിട്ട് എം ഒരുപാടുണ്ട്. അപ്പോൾ ഇത് ഒരു ഓർഡർലെസ് ആയിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കത്തില്ല ഇത് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എങ്ങനെ ആയിരിക്കും വരുന്നത്? ഇവിടെ എല്ലിൻ്റെ തൊട്ടടുത്തുള്ളത് ഏതാണ്? കെ ആണ്, അതിവിടെ ഉണ്ട്. ഐയുടെ തൊട്ടടുത്തുള്ളത് ഏതാണ്? എച്ച്, അത് താണ്ട് ഇവിടെയും ഉണ്ട്. പിന്നീട് ഓയുടെ തൊട്ടടുത്ത് ഉള്ളത് എൻ ആണ്, അതും ഇവിടെ ഉണ്ട്. പിയുടെ തൊട്ടടുത്തുള്ളത് എന്നിൻ്റെ തൊട്ടടുത്തുള്ളത് എം, അതും ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഒന്ന് മൈനസ് ചെയ്ത് പോയിരിക്കുകയാണ്. പക്ഷേ ഓർഡർ അതിൻ്റെ അതേ ലെവലിലല്ല വന്നിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് അങ്ങനെയല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓർഡർ ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. എല്ലിൻ്റെ -1 കെ. പിന്നീട് ഐയുടെ വരുന്നത് എച്ച് ആണ്, അത് ഇങ്ങനെ വരുന്നു. ഓയുടേത് ഇങ്ങനെ, എന്നിൻ്റെത് ഇങ്ങനെ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ പോയിരിക്കുന്നത്. അപ്പോൾ റിവേഴ്സായിട്ടാണ് പോയേക്കുന്നത്. എല്ല് കഴിഞ്ഞ് എല്ലിന് -1 വന്നിരിക്കുന്നത് ഈ എന്നിൻ്റെ താഴെയാണ്. അപ്പോൾ ഈ ഇപ്പുറത്തെ വരുമ്പോൾ എന്തായിരിക്കും വരുന്നത്? സിയുടെ -1 എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. അതെവിടെയാണ് വരേണ്ടത്? ഡബ്ല്യുവിൻ്റെ അടുത്താണ് വരേണ്ടത്, ബി അല്ലേ. അങ്ങനല്ലേ ഇത് പോയിരിക്കുന്നത്. പിന്നീട് ഓയുടെ എന്താ വരുന്നത്? എന്നാണ് അല്ലേ. ഓയുടെ തൊട്ടടുത്ത് വരുന്ന എന്നാണ്. അപ്പോൾ 3 എണ്ണം ഉള്ളതുകൊണ്ട് അതിൻ്റെ താഴെ തന്നെ വരും. പിന്നീട് വരുന്നത് എന്താണ്? ഡബ്ല്യുവിൻ്റെ. അപ്പോൾ ഡബ്ല്യുവിൻ്റെ -1 എന്ന് പറയുന്നത് വി ആണ്, അത് സിയുടെ താഴെയാണ് വരുന്നത്, വി. VNB എന്നാണ് ഓർഡർ വരുന്നത്. അപ്പോൾ ഇത് ഈ സിയുടെ അടുത്തുള്ളത് ഈ ഡബ്ല്യുവിൻ്റെ താഴെ, അതായത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ വന്നിരിക്കുന്നത്. ആണോ? റിവേഴ്സായിട്ടാണ് ഓർഡർ വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ ആൻസർ VNB എന്നാണ്. VNB ആൻസർ ഓപ്ഷൻ ബി.
അടുത്ത ക്വസ്റ്റ്യൻ 75. എ ബി സി ഡി ഇ എഫ് എന്നിങ്ങനെ 6 അംഗങ്ങൾ അടങ്ങുന്നതാണ് ഒരു കുടുംബം. അതായത് ബി സിയുടെ മകനാണ്, എന്നാൽ സി ബിയുടെ അമ്മയല്ല. എ സി എന്നിവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇ സിയുടെ സഹോദരനാണ്. ഡി എയുടെ മകളാണ്. എഫ് എയുടെ സഹോദരനാണ്. ആരാണ് സിയുടെ അളിയൻ? അപ്പം ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്ത് ചെയ്യണം? അവസാനം മുതൽ അങ്ങോട്ട് പോകണം. ഇവിടെ മുതൽ ആരാണ് സിയുടെ അളിയൻ, ഇവിടെ മുതൽ അങ്ങോട്ട് പോവാം, മുമ്പോട്ട് പോവാം. അപ്പം നമുക്ക് ചെയ്തു നോക്കാം. അത് പകുതി വരെ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ആദ്യം മുതലേ ഈ ബന്ധങ്ങളെല്ലാം എഴുതി ഒന്നും നോക്കണ്ട. ഈ അവസാനം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. എ ബി സി ഡി ഇ എഫ് ആണ് കുടുംബാംഗങ്ങൾ. അപ്പം പറഞ്ഞേക്കുന്നത് ആരാണ് സിയുടെ അളിയൻ. സിയുടെ അളിയൻ എന്ന് പറയുമ്പോഴേ ഇവിടെ മനസ്സിലാക്കാം സി എന്ന് പറയുന്നത് ഒരു മെയിലായിരിക്കും. അപ്പോൾ മെയിലിനെ പ്ലസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ഫീമെയിൽ മൈനസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അളിയൻ എന്ന് പറയുമ്പോഴേ മനസ്സിലാക്കാം സി എന്തായിരിക്കും, ഒരു മെയിൽ മെമ്പർ ആയിരിക്കും. പിന്നെ അടുത്ത എന്തോ പറഞ്ഞിരിക്കുന്നത് എഫ് എയുടെ സഹോദരനാണ്. എഫ് എന്ന് പറയുന്നത് എയുടെ സഹോദരനാണ്. സഹോദരൻ പ്ലസ് മെയിലാണ്, എഴുതാം സഹോദരൻ. ഇനി ഡി എയുടെ മകളാണ്. ഡി എന്ന് പറയുന്നത് എയുടെ മകളാണ്. എയുടെ മകളാണ് ഡി. ഇത് മെയിൽ അല്ല ഫീമെയിൽ, മകൾ. ഇനി എന്താ പറയുന്നത്? ഈ സിയുടെ സഹോദരനാണ്. ഇ എന്ന് പറയുന്നത് സിയുടെ സഹോദരനാണ്. ഇനി എ സി എന്നിവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. എയും സിയും ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പോൾ ഇത് ഒരു ഫീമെയിൽ ആയിരിക്കും, ഇത് മെയിലാണ്, ഇത് ഫീമെയിൽ. അപ്പം എയും സിയും ഭാര്യ ഭർത്താക്കന്മാർ. അപ്പോൾ എയുടെ സഹോദരൻ ആരാണ്? എഫ്. അപ്പോൾ അളിയൻ ആരാണ്? എഫ്. ഇവിടെ വെച്ച് കിട്ടിയല്ലോ ആൻസർ കിട്ടി. എഫ് ആണ് ആൻസർ വരുന്നത്. ഇനി ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇത്രയും വെച്ച് തന്നെ ആൻസർ കിട്ടി. വേണമെങ്കിൽ അങ്ങോട്ട് നോക്കാം. എന്നാൽ സി ബിയുടെ അമ്മയല്ല. ബിയുടെ അമ്മയല്ല എന്ന് പറയുമ്പോൾ അച്ഛനായിരിക്കും. പിന്നീട് ബി സിയുടെ മകനാണ്. ബി എന്ന് പറയുന്നത് സിയുടെ മകനാണ്. ആൻസർ ഓപ്ഷൻ ഡി എഫ്. അടുത്ത കണക്ക് 76. 24ന്റെ 25% അധികം 32ന്റെ 25% മൈനസ് 350ന്റെ 14%. അപ്പോൾ ഈ കണക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. 24ന്റെ എന്ന് പറയുമ്പോൾ ഒന്നും ആലോചിക്കേണ്ട, ഒരു ഗുണനം. 24ന്റെ എന്ന് പറഞ്ഞാൽ ഗുണന ചിഹ്നമാണ് അവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഏത് കണക്കായാലും 2ന്റെ 3ന്റെ എന്നൊക്കെ പറഞ്ഞാൽ എന്താ വരേണ്ടത്? ഇൻ്റെയുടെ സ്ഥാനത്ത് ഒരു ഗുണന ചിഹ്നം, ഒരു ഇൻറ്റു. 24ന്റെ 25%. 25% എന്ന് പറഞ്ഞാൽ എൻ്റെ താഴെ ഒരു 100 കൂടെ അങ്ങ് കൊടുക്കുക. 2%, 2ൻ്റെ താഴെ ഒരു 100. 3%, 3ൻ്റെ താഴെ ഒരു 100. 25%, 25ൻ്റെ താഴെ ഒരു 100. അധികം 32 ഇൻ്റെ 3 എഴുതിയോളൂ. 32ൻ്റെ 25%, 25ൻ്റെ അടിയിൽ ഒരു 100 മൈനസ് 350ൻ്റെ 350 ഗുണം 14%. 14% എന്ന് പറയുമ്പോൾ 14ൻ്റെ അടിയിലൊരു 100. സ്ഥലമില്ല, 100. ഇതിനെ ചെയ്തെടുക്കുമ്പോൾ ആൻസർ കിട്ടും. 24ൻ്റെ 25%. 25 ഡിവൈഡ് ബൈ 100. 25 4 പ്രാവശ്യം. അപ്പോൾ ഇങ്ങനെ എഴുതാം നമുക്ക്. 24 ഇൻറ്റു 4 എഴുതിക്കൂടെ? അധികം 32 ഇൻറ്റു 25 ഗുണം 4 100. 1/4.
മൈനസ് 350 ഗുണം 14/100. ഈ 0 വെട്ടിക്കളയാം. 35 ഗുണം 14/10. 6, 8, 5 കൊണ്ട് 2, 7, 7. എങ്ങനെ കിട്ടും? 6 അധികം 8 മൈനസ് 7 ഗുണം 7 49. 6 അധികം 8 14. അങ്ങ് മായ്ച്ച് കളയാം, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട്. 6 അധികം 8 14 മൈനസ് 49. 14 നിന്ന് 49 കുറയ്ക്കാൻ എന്ത് ചെയ്യണം? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം എഴുതുക. 49 മൈനസ് 49 മൈനസ് 14 എത്ര കിട്ടും? 35 കിട്ടും. 35-ന് ഏത് ചിഹ്നമാണ് കൊടുക്കേണ്ടത്? 49 നിന്ന് 14 കുറച്ചാൽ 35 കിട്ടും. ഏത് ചിഹ്നമാണ് കൊടുക്കേണ്ടത്? വലിയ സംഖ്യയുടെ ചിഹ്നം. വലിയ സംഖ്യയുടെ ചിഹ്നം എന്തുവാണ്? മൈനസ് ആണ്. മൈനസ് 35. ആൻസർ മൈനസ് 35. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്ത കണക്ക് വളരെ എളുപ്പമുള്ളൊരു കണക്കാണ്. അപ്പോൾ ഇൻഡേ എന്ന് വന്നാൽ ഓർത്തിരിക്കുക, ഇൻഡേ എന്ന് വന്നാൽ ഗുണന ചിഹ്നം കൊടുക്കുക. പിന്നീട് അതുപോലെ ശതമാനം, 2%, 3% നോക്കാൻ ആ സംഖ്യയുടെ അടിയിൽ 100 എഴുതുക. /100 ഇത്രയേ ഉള്ളൂ. അത് രണ്ടും കൂടെ ഓർത്തിച്ചേക്കുക. ഇനി അടുത്ത കണക്ക് 77. ഒരു ബാഗിൽ 5:9:4 എന്ന അനുപാതത്തിൽ 50 പൈസ, 25 പൈസ, 10 പൈസ നാണയങ്ങൾ അടങ്ങിയിരിക്കുന്നു. മൊത്തം തുക 206 രൂപയാണുള്ളത്. 10 പൈസ നാണയങ്ങളുടെ എണ്ണം കണ്ടെത്തുക. അപ്പോൾ ഈ കണക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം നമുക്ക്. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ബാഗിൽ 5:9:4 എന്ന അനുപാതത്തിൽ എന്തൊക്കെയാണുള്ളത്? 50 പൈസ, 25 പൈസ, 10 പൈസ ആണല്ലോ ഉള്ളത്. അപ്പോൾ എന്താ ചെയ്യണം? ഗുണിക്കുക. 5 ഗുണം 50 250 ഈസ്റ്റു 9 ഗുണം 25 225. 10 ഗുണം 4 40. ഇങ്ങനെ ഇവിടെ ഈസ്റ്റു ആണ് 40. അങ്ങനെ പുതിയ ഒരു റേഷ്യോ നമുക്കിവിടെ കിട്ടി. 250:225:40 എന്ന് പറഞ്ഞ് പുതിയൊരു റേഷ്യോ കിട്ടി. അപ്പോൾ ഇതിനെ ഒന്ന് ചെറുതാക്കാം. അപ്പോൾ ഇതിനെല്ലാം കൂടെ 5 കൊണ്ട് ഭാഗിച്ചാൽ ചെറുതാവുമല്ലോ. 250 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50 കിട്ടും. കിട്ടത്തില്ലേ? 225-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 45 കിട്ടും. 40-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. അപ്പോൾ ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എല്ലാത്തിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 5-ൻ്റെ ഗുണിതങ്ങളാണല്ലോ ഇതല്ല. അപ്പം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം റേഷ്യോ ചെറുതായി കിട്ടി. 50 45 8 എന്നും പറഞ്ഞ് പുതിയൊരു റേഷ്യോ കിട്ടി. അപ്പോൾ ഇതിനെ ഇനി ചെറുതാക്കാൻ പറ്റത്തില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യണം? ഈ 3 കൂടെ കൂട്ടുക. 50 അധികം 45 അധികം 8 എത്ര കിട്ടും? 13 9 10 103 കിട്ടും. 50 45 8 ഈ റേഷ്യോ കൂട്ടുമ്പോൾ 103 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ആകെത്തുക പറഞ്ഞിട്ടുണ്ട്. ആകെത്തുക എന്ന് പറയുന്നത് 206 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്ത് കണ്ടുപിടിക്കട്ടെ? 206 രൂപയുടെ എത്ര ഭാഗമാണ് 8? അതായത് 10 പൈസ. 8ആണല്ലോ 10 പൈസ. എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റേഷ്യോ എല്ലാം തന്നിട്ടുണ്ട്. 50 45 8 പുതിയ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. 50 45 8. അപ്പോൾ 8 എന്ന് പറയുന്നതാണ് 10 പൈസയുടെ
ഭാഗം. അത് കണ്ടുപിടിക്കാൻ 206 ഗുണം ഈ റേഷ്യോ എല്ലാം കൂടെ കൂട്ടുന്നത് 103 അല്ലേ. 8 ഡിവൈഡ് ബൈ 103. 8 എന്ന് പറയുന്നതാണ് 10 പൈസയുടെ ഭാഗം. 8 സമം. അപ്പം 103 എന്ന് പറയുന്നത് 206ൻ്റെ പകുതിയാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 ഗുണം 8 16. അപ്പോൾ 206ൻ്റെ ആകത്തുക 206 അതിന് 16 രൂപയാണ് 10 പൈസ നാണയങ്ങൾ ഉള്ളത്. 10 പൈസ നാണയങ്ങൾ എത്രയുണ്ട്? 16 രൂപയ്ക്കുള്ള 10 പൈസ നാണയങ്ങളാണ് ഉള്ളത്. രൂപ അതായത് എത്ര 10 പൈസ ആണ് 16 രൂപയിൽ? അതിനെ 10 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? 160. 160 10 പൈസ നാണയങ്ങളാണ് 16 രൂപയിലുള്ളത്. ഇനി 50 പൈസ നാണയങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ 50 പൈസ നാണയങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ ആകത്തുക എത്രയാണ്? 206 ഗുണം ഈ റേഷ്യോ എല്ലാം കൂടെ കൂട്ടിയത് എത്ര കിട്ടി നമുക്ക്? 103 അല്ലേ. 50 അധികം ഈ റേഷ്യോ എല്ലാം കൂടെ കൂട്ടിയത് എത്ര കിട്ടി? 103 എന്ന് കിട്ടി. 103 ഡിവൈഡ് ബൈ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 50 പൈസ. 50 പൈസയുടെ റേഷ്യോ എത്രയാണ്? 50 അല്ലേ. 50 അല്ലേ നമുക്ക് കിട്ടിയത് 50 പൈസയുടെ റേഷ്യോ. അത് മേളിൽ എഴുതുക. ഇത് 2 ഗുണം 50 100 അല്ലേ. 100 കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അതിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് 2 കൊണ്ട് ഗുണിക്കുക. 200 രൂപ. 200 എണ്ണം. 100 രൂപയാണ് കിട്ടിയത്. 100 രൂപയിൽ എത്ര 50 പൈസ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ അതിനെ 2 കൊണ്ട് ഗുണിക്കുക. 200 കിട്ടി. ഇനി 25 പൈസ നാണയങ്ങളുടെ എണ്ണമാണ് ചോദിച്ചതെങ്കിൽ 206 ആകത്തുക ഗുണം 103 അതിൻ്റെ റേഷ്യോ എല്ലാം കൂടെ കൂട്ടിയത്. പിന്നെ 25 പൈസ ഇതാണല്ലോ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കിട്ടി. 45 ഗുണം 2 90. അതിൻ്റെ കൂടെ 4 ഗുണിക്കുക 360 കിട്ടും. മനസ്സിലായോ? അപ്പം 50 പൈസയുടെ എണ്ണമാണെങ്കിൽ 2 കൊണ്ട് ഗുണിക്കുക. 10 പൈസ എണ്ണമാണെങ്കിൽ 10 കൊണ്ട് ഗുണിക്കുക. 25 പൈസയാണെങ്കിൽ 4 കൊണ്ട് ഗുണിക്കുക. മനസ്സിലായോ? അതായത് നമ്മുടെ കയ്യിലൊരു 2 രൂപയുണ്ട്. അത് 50 പൈസയുടെ ചില്ലറയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് എത്ര എണ്ണം ആണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 2 ഗുണം 2 4 50 പൈസകൾ ചേരുമ്പോഴാണല്ലോ 2 രൂപയാവുന്നത്. അതുപോലെ 25 പൈസയാണെങ്കിലോ 2 ഗുണം 4 2 രൂപ ഗുണം 4 അപ്പോൾ എത്രയാ? 8 25 പൈസ തുട്ടുകളാണ് 2 രൂപയ്ക്ക് പകരമായിട്ട് കയ്യിലുള്ളത്. അതുപോലെ 10 പൈസയാണെങ്കിലോ 2 ഗുണം 10 20. അപ്പോൾ 20 10 പൈസ തുട്ടാണ് 2 രൂപയ്ക്ക് പകരം കയ്യിലുള്ളത്. മനസ്സിലായോ? അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ. 160 ആൻസർ ഓപ്ഷൻ സി. ഇനി അടുത്ത കണക്ക് നോക്കാം. 78 അരുണിന് 80 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ കഴിയും. അവൻ 10 ദിവസം അതിൽ ജോലി ചെയ്യുന്നു. തുടർന്ന് ബാക്കിയുള്ള ജോലി അനിൽ മാത്രം 42 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. അരുണും അനിലും ചേർന്ന് ജോലി ചെയ്താൽ എത്ര സമയത്തിനുള്ളിൽ ജോലി പൂർത്തിയാക്കും? അപ്പോൾ അതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവർ രണ്ടുപേരും കൂടെ ചെയ്ത ജോലി എത്രയാണ്, എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നേ? അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പിന്നെ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്ന് അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? നമ്മൾ നേരത്തെ ഒരു കണക്കിൽ ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ അടിച്ചു വെക്കുക. ഒരുമിച്ച് രണ്ടുപേരും കൂടെ ഒരു ജോലി ചെയ്ത് തീർക്കാൻ എടുക്കുന്ന സമയം അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് XY ഡിവൈഡഡ് ബൈ
എക്സ് പ്ലസ് വൈ. എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ. എക്സ് എന്ന് പറയുന്ന ഒരാളുടെ ജോലി, വൈ എന്ന് പറയുന്ന ഒരാളുടെ ജോലി. രണ്ടുപേര് ഒരുമിച്ച് ചെയ്ത ജോലി ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. ഓർത്ത് വച്ചേക്കുക, ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതാണ് ഇട്ട് കൊടുത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? ഇവിടെ പറഞ്ഞേക്കുന്നത് അരുണിന് 80 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ കഴിയും. അപ്പോൾ അരുണിൻ്റെ ഒരു ദിവസത്തെ ജോലി മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നിന്നും അനിലിൻ്റെ ജോലി കണ്ടുപിടിക്കണം. അതും കൂടെ കണ്ടുപിടിച്ചാലേ നമുക്ക് ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാനൊക്കെ. അപ്പോൾ അരുൺ 80 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യും. അരുൺ ഒരു ജോലി ചെയ്യാൻ എടുക്കുന്ന ദിവസം എത്രയാണ്? അരുൺ ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 80 ദിവസമാണ് എടുക്കുന്നത്. 80 ദിവസമാണ് അരുൺ ഒരു ജോലി ചെയ്യാൻ എടുക്കുന്നത്. പക്ഷേ ആ 80-ൽ 10 ദിവസം മാത്രമേ അരുൺ ജോലി ചെയ്തുള്ളൂ. ആ 80 ദിവസമാണ് ജോലി ചെയ്യാൻ അരുൺ എടുക്കുന്ന സമയം. പക്ഷേ ആ 80-ൽ 10 ദിവസം മാത്രമേ അരുൺ ജോലി ചെയ്തുള്ളൂ. 10 ദിവസം മാത്രമേ അരുൺ ജോലി ചെയ്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കിട്ടും. എത്ര കിട്ടും? 8-1. അപ്പോൾ 8-1 ജോലി മാത്രമേ അരുൺ ചെയ്തുള്ളൂ. ഒരു ജോലി ഉള്ളതിൽ 8-1 ജോലി മാത്രമേ അരുൺ ചെയ്തുള്ളൂ. അപ്പോൾ ബാക്കി എത്ര ജോലിയുണ്ട്? ഒരു ജോലിയാണുള്ളത്. അതിൽ 8-1 ജോലിയെ അരുൺ ചെയ്തോളൂ. അപ്പോൾ ബാക്കി എത്രയാണ്? 8-1. 1 മൈനസ് 8-1. ഒരു ജോലിയിൽ 8-1 ജോലിയാണ് ചെയ്തത്. 1 മൈനസ് 8-1. അപ്പോൾ ഇതെങ്ങനെയാണ് മൈനസ് ചെയ്യാനും പ്ലസ് ചെയ്യാനും നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങോട്ട് ഗുണിക്കുക. ഇവിടെ ഇതിൻ്റെ അടിയിൽ 1 ആണ്. 1 താഴെ ഇല്ലെങ്കിൽ 1 തന്നെയാണ്, 1 തന്നെ എടുക്കേണ്ടത്. ഇങ്ങനെ ഗുണിക്കുക, ഇങ്ങനെ ഗുണിക്കുക. ഇവിടുത്തെ ചിഹ്നം ഇട്ട് കൊടുക്കുക. 1 ഗുണ 8 8. 1 ഗുണ 1 മൈനസ് ചിഹ്നമാണ്, -1. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക. ഡിവൈഡ് ബൈ താഴെ കിടക്കുന്നതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കുക. 8 ഗുണ 1 8. 8 മൈനസ് 1 7. 8-7. അപ്പോൾ 8-7 ജോലിയാണ് ഇനി ബാക്കി കിടക്കുന്നത്. 8-1 ജോലിയെ ചെയ്തോളൂ. 8-7 ജോലിയാണ് ബാക്കി കിടക്കുന്നത്. അപ്പോൾ ആ 8-7 ജോലി ആരാണ് അവിടെ ചെയ്തത്? അനിൽ 42 ദിവസം കൊണ്ട് ചെയ്തു. അപ്പോൾ എങ്ങോട്ട് എഴുതാം? 8-7 ജോലി അനിൽ 42 ദിവസം കൊണ്ട് ചെയ്തു. അങ്ങനല്ലേ പറയുന്നത് ഇവിടെ? 8-7 ജോലി നമ്മൾ കണ്ടുപിടിച്ചു. ബാക്കിയുള്ള ജോലി 8-7 നാം കണ്ടുപിടിച്ചു. ആ ബാക്കിയുള്ള ജോലി അനിൽ 42 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അനിലിന് ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 8-7 ജോലി ചെയ്യാനാണ് 42 ദിവസം എടുത്തത്. ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 2 ജോലിയും കൂടെ എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ ഇക്വേഷൻ അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ വരുമ്പോൾ അത് നേരത്തെ ഒരു കണക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ എക്സിൻ്റെ മുകളിൽ കിടക്കുന്നത്, അതായത് ഇവിടെ ഒരു ചോദ്യചിഹ്നമാണെങ്കിൽ അതിൻ്റെ മുകളിൽ കിടക്കുന്നത്. ഇവിടെ നമ്മൾ എക്സ് എന്ന് ഇട്ട് കൊടുത്തു. എക്സിൻ്റെ മുകളിൽ കിടക്കുന്നത് ഇങ്ങോട്ട് എഴുതുക. 42 ഗുണിക്കുക. ഇത്രയും ചെയ്യുക. ഇങ്ങനെ ഒരു ഇത് വരുവാണെങ്കിൽ എക്സിൻ്റെ മുകളിൽ കിടക്കുന്നത്, ഇവിടെ തുക ഇല്ലാത്ത സാധനം അതിൻ്റെ മുകളിലുള്ളത് ഇവിടെ എഴുതുക. 42 ഗുണം. ഇനി 8-7 ജോലി ചെയ്യാൻ 42 ദിവസം എടുത്തു. അതിലും കൂടുതലാണല്ലോ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ഈ 42-നേക്കാൾ എന്തായാലും കൂടുതൽ ദിവസമായിരിക്കും അവിടെ എടുക്കുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ആദ്യം എന്തോ എഴുതണം? 1 മുകളിൽ എഴുതുക. മുകളിലുള്ള പിന്നെ കൂടുതലുള്ളത് മുകളിൽ എഴുതുമ്പോഴല്ലേ വലിയ തുക കിട്ടുന്നത്. അപ്പോൾ 1 മുകളിൽ എഴുതുക. ഡിവൈഡഡ് ബൈ 8-7. അപ്പോൾ ഇങ്ങനെ ഭിന്നസംഖ്യകൾ ഭാഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ചിട്ട് ഗുണിക്കുക. ഭിന്നസംഖ്യകളെ ഭാഗിക്കാനാണെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ചിട്ട് ഗുണിക്കുക. തിരിച്ചിട്ട് ഗുണിക്കാം. 42 ഗുണം 7-8. 7-8. ഓക്കെ. 7 ഇത് വെട്ടിപ്പോവാം. 7 42, 6 48. അപ്പം 48 ദിവസമാണ് അനിൽ ജോലി ചെയ്യാൻ എടുക്കുന്നത്. ഒരു ജോലി ചെയ്യാൻ 48 ദിവസം അനിലെടുക്കും.
അരുൺ എത്ര ദിവസം എടുക്കുന്നത്? 80 ദിവസം. അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും കിട്ടിയേ, എക്സും വൈയും കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇട്ട് കൊടുക്കുക, ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുക. എക്സ് 80 ഗുണം 48 ഡിവൈഡഡ് ബൈ 48 അധികം 80. 80 ഗുണം 48, 48 അധികം 80 128 എന്ന് കിട്ടും. ഇതിനെല്ലാം കൂടെ ഭാഗിച്ച് ഗുണിച്ച് ഒക്കെ എടുക്കുമ്പോൾ ഗുണിച്ച് നോക്കുക, 30 ദിവസം ഒന്ന് കിട്ടി. ഇപ്പോൾ അതിന് സമയം കളയുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. 30 ദിവസം എന്നാണ് കിട്ടിയത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ആൻസർ 30 ദിവസം. 30 ആൻസർ ഓപ്ഷൻ എ 30 ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത കണക്ക് 79. തുടർച്ചയായി 5 ഒറ്റസംഖ്യകളുടെ ശരാശരി 61. ചെറുതും വലുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പം ഇവിടെ ഒന്നും കണ്ടുപിടിക്കേണ്ട, സംഖ്യകൾ ഒന്നും കണ്ടുപിടിക്കേണ്ട. ഇപ്പം 5 ഒറ്റസംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചേക്കുന്നത്. 5 5 1 കുറച്ച് 4. 5 ഒറ്റസംഖ്യകളുടെ ശരാശരി ചോദിക്കുമ്പോൾ 4 എഴുതുക. അതിൻ്റെ കൂടെ 2 അങ്ങ് ഗുണിക്കുക. 8 കിട്ടി. ആൻസർ ഓപ്ഷൻ സി 8. 8. 5 ഒറ്റസംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ നിന്ന് 1 കുറയ്ക്കുക, 4. അപ്പം 6 ഒറ്റസംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ എന്ത് ഗുണിക്കണം, എന്ത് കുറയ്ക്കണം? 6 1 കുറയ്ക്കുക, 5. 5 ഗുണം 2. 7 ഒറ്റസംഖ്യകളുടെ ശരാശരി ആണ് വന്നിട്ട് ചെറുതും വലുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്ത് ചെയ്യണം? 6 ഗുണം 2. അപ്പോൾ എത്ര സംഖ്യകളുടെ ശരാശരി ആണോ തന്നിരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെ സംഖ്യകളുടെ വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്നതിന് 1 കുറയ്ക്കുക. അപ്പോൾ ഇവിടെ തുടർച്ചയായ 5 ഒറ്റസംഖ്യകളുടെ ശരാശരി ചോദിച്ചേക്കുന്നു. അപ്പോൾ 5-ന് പകരം 4 എഴുതുക, 1 കുറച്ച് 4 എഴുതുക, അതിൻ്റെ കൂടെ 2 ഗുണിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ തുടർച്ചയായ 5 ഒറ്റസംഖ്യകൾ എഴുതുന്നു. 1 3 5 7 9 തുടർച്ചയായിട്ടുള്ള 5 ഒറ്റസംഖ്യകൾ. ഇതിൻ്റെ ശരാശരി തന്നിട്ടുണ്ട്. ശരാശരിയുടെ ആവശ്യം ഇവിടെ എടുക്കുന്നില്ല, നമ്മൾ അത് ശരാശരി ഒന്നും നോക്കുന്നില്ല. ചെറുതും വലുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 9ഉം 1ഉം തമ്മിൽ, ഇതല്ലേ ഇത് വലുത് ഇത് ചെറുത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എത്രയാണ്? 8 വരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ എണ്ണത്തിൽ നിന്നൊന്ന് കുറയ്ക്കുക. 5 എണ്ണം ഉണ്ട്, 2 കൊണ്ട് ഗുണിക്കുക, 8 കിട്ടി. കറക്റ്റായില്ലേ? ഇനി ഒരു സംഖ്യയും കൂടെ ഉണ്ട്, 11. 6 സംഖ്യയായി. ഇതിൻ്റെ ആദ്യം അവസാനവും തമ്മിൽ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ 11 - 1 10. ടോട്ടൽ 6 സംഖ്യയുണ്ട്. 5 ഗുണം 2 10 കിട്ടി. അപ്പം അതുപോലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ സംഖ്യ നോക്കാം. 41 43 45 47 49. ഇതിൻ്റെ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം, തുടർച്ചയായ ഒറ്റസംഖ്യകൾ. ഇതിൻ്റെ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 49 - 41 എത്ര കിട്ടും? 8. സംഖ്യകളുടെ എണ്ണം 5, അതിൽ നിന്ന് കുറയ്ക്കുന്നത് 4 ഗുണം 2 8. എങ്ങനെയായാലും ആൻസർ 8 കിട്ടും. അപ്പോൾ ഇതുപോലുള്ള കണക്കുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തുടർച്ചയായ ഒറ്റസംഖ്യകൾ ചോദിച്ചു അതിൻ്റെ ചെറുതും വലിയ സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ അതിൻ്റെ എണ്ണത്തിൽ നിന്ന് 1 കുറച്ചിട്ട് 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ കണക്ക് ഇത്രയും ചെയ്തത് കേട്ടോ. ഓക്കെ. 80. താഴെ തന്ന സമവാക്യം ശരിയാക്കുന്നതിന് ഏതൊക്കെ ചിഹ്നങ്ങൾ പരസ്പരം മാറ്റം ചെയ്യണം? 100 അധികം 100 ഗുണം 5 മൈനസ് 2 ഭാഗം 3 = 51. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഭാഗിക്കുന്നത് നോക്കാം. അതാണല്ലോ ആദ്യം ചെയ്യുന്നത്. ഗുണനം ഹരിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഗുണനം. അപ്പോൾ ഹരിക്കുക എന്നുള്ളത് ആദ്യം നോക്കുക. 2 ഭാഗം 3 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ
ഭാഗിച്ചാൽ എന്തായാലും പോയിൻ്റൊക്കെ കിട്ടും. 51 ആൻസർ കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ അവിടെ അത് തന്നെയായിരിക്കണം മാറ്റേണ്ടത്. അപ്പം അതുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? അതുകൊണ്ട് ബി മാത്രമേ ഉള്ളൂ ഇവിടെ. അത് ഭാഗത്തിൻ്റെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്ന് പറഞ്ഞിരിക്കുന്നത് ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി. നമുക്ക് മാറ്റി നോക്കാം. നമുക്ക് 100 അധികത്തിന് പകരം ഭാഗം ചെയ്ത് നോക്കാം. 100 ഭാഗം 100 ഗുണം 50 2 അല്ല മൈനസ് ആണ് അല്ലേ, സോറി, മൈനസ് 2 ഭാഗം അതിന് പകരം പ്ലസ് ആണ് കൊടുക്കേണ്ടത് അല്ലേ, +3. അപ്പോൾ ഭാഗത്തിന് പകരം പ്ലസ് കൊടുക്കണം, പ്ലസ് ഉള്ളിടത്ത് ഭാഗിക്കാനും കൊടുക്കണം. 100 ഭാഗം 100 1 ഗുണം 50 മൈനസ് 2 അധികം 3. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഗുണനമാണ്. 1 ഗുണം 50 50 മൈനസ് 2 എത്ര കിട്ടും? 50ൽ നിന്ന് 2 കുറച്ചാൽ 48 അധികം 3 51. കിട്ടിയല്ലോ ആൻസർ. ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പം ഇങ്ങനെ ഒരു കണക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യം നോക്കേണ്ടത് ഭാഗചിഹ്നം ഉണ്ടോ എന്ന്, അതായത് ഡിവൈഡിങ് ചിഹ്നം ഉണ്ടോ എന്ന് നോക്കുക. അതിൽ ചെയ്യുമ്പോൾ തുക ഇങ്ങനെ പോയിൻ്റ് അങ്ങനെയൊക്കെ ഉള്ളത് വരുവാണെങ്കിൽ മിക്കവാറും ഇങ്ങനെയുള്ള കണക്കുകൾ അങ്ങനെ ആയിരിക്കും വരുന്നത്. അങ്ങനെ വരുന്നെങ്കിൽ എന്ത് ചെയ്യണം? അതായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണക്ക്. ഓക്കെ.